ഡോക്ടർ കെ ജയപ്രസാദ്, ഇത്രയും പ്രധാനപ്പെട്ടൊരു വിഷയം ചർച്ച ചെയ്യുന്നു. രാജ്യത്തിന്റെ യുവാക്കളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട വിഷയമാണെന്നും അതാണ് ഏറ്റവും പ്രധാനമെന്നും പറയുന്ന പ്രധാനമന്ത്രിക്ക് ഈ വിഷയത്തിൽ പാർലമെന്റിൽ വരാനും മറുപടി പറയാനും കഴിയാത്ത പ്രശ്നം എന്താണ്? അല്ല, പാർലമെന്റിന്റെ നടപടികൾ നമ്മൾ കഴിഞ്ഞ 12 വർഷത്തെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ പാർലമെന്റ് ഒരു പാർലമെന്ററി ജനാധിപത്യ സമൂഹത്തിൽ പ്രവർത്തിക്കേണ്ട രീതിയിലാണോ പ്രവർത്തിക്കുന്നത്? നമ്മുടെ പ്രതിപക്ഷത്തിൻ്റെ റോൾ എന്താണ്? ഞാൻ പലപ്പോഴും കാണുന്നത്, ഞാൻ പൊളിറ്റിക്കൽ സയൻസിൽ നിന്ന് വന്ന ഒരാളായതുകൊണ്ടാണ്, അത്തരം ഒരു സീരിയസ് ആയ ചർച്ച കഴിഞ്ഞ 12 വർഷത്തിലുണ്ടായിട്ടുണ്ടായില്ല. 15ഓളം നിയമങ്ങൾ ഒരു ചർച്ചയും കൂടാതെ പാസ്സാക്കിയത് കഴിഞ്ഞ 12 വർഷത്തിനുള്ളിൽ. കാരണം ഇന്ത്യയിലെ പ്രതിപക്ഷം അത്ര ഒരു നിഷേധാത്മകമായ സമീപനം എടുക്കുന്നതുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങളിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കേണ്ടത് പാർലമെന്റിനകത്താണ്, പാർലമെന്റിന് പുറത്തല്ല. ഇത് വീണ്ടും ആവർത്തിക്കാതിരിക്കാനുള്ള നടപടിയാണ്. നമ്മൾ രാഷ്ട്രീയമായിട്ട് മന്ത്രിയുടെ രാജിവെക്കുന്ന കാര്യം അവിടെ നിൽക്കട്ടെ, മറ്റു കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ വിദ്യാർത്ഥികളെയും പാരന്റ്സിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഇനി ഇത് ആവർത്തിക്കാൻ അനുവദിച്ചില്ല. പിന്നീട് പാർലമെന്റ് കവാടത്തിലേക്കടക്കം പ്രതിപക്ഷം പ്രതിഷേധവുമായി പോയപ്പോഴാണ് ചർച്ചയാകാമെന്ന് പറഞ്ഞത്. ഇന്ന് രാഹുൽ ഗാന്ധിയും കെ സി വേണുഗോപാലും അടക്കം എഴുന്നേറ്റ് നിന്ന് ഈ വിഷയത്തിലൊരു വാക്ക് പറയുമ്പോൾ കഴിഞ്ഞ 4-5 ദിവസമായിട്ട് എഴുന്നേറ്റ് നിന്നൊരു വാക്ക് പറഞ്ഞാൽ അപ്പോൾ സഭ പിരിയും. പിന്നെ എങ്ങനെയാണ് സർ സഭയ്ക്കുള്ളിൽ പ്രതിരോധത്തിലാക്കേണ്ടത്? അല്ല, ചർച്ചയാകാമെന്ന് കഴിഞ്ഞ 3 ദിവസമായിട്ട് പാർലമെന്റിൽ ചർച്ചയാകാമെന്ന് പറയുന്നുണ്ട്. മറ്റൊന്ന് ഇവിടെ നമ്മൾ ഒരുപാട് വൈകാരികമായി സംസാരിക്കുന്നത് കണ്ടപ്പോൾ ഞാനൊരു മുതിർന്ന പൗരനായതുകൊണ്ടായിരിക്കും, ഈ കൊച്ചു കേരളത്തിലെ 1994 നവംബർ 25-ാം തീയതി ഒരു വിദ്യാഭ്യാസ വിഷയത്തിലെ സമരം നടത്തിയപ്പം 5 ചെറുപ്പക്കാരെ വെടിവെച്ച് കൊന്ന്, അതായത് കൂത്തുപറമ്പിൽ 5 ചെറുപ്പക്കാരെ വെടിവെച്ച് കൊന്നു, ഒരാൾ മരിച്ചില്ലെങ്കിലും മരിച്ച അവസ്ഥയിലാക്കിയ കേരളത്തിൽ നിന്നാണ് നമ്മൾ ഈ വലിയ വൈകാരിക പ്രകടനം, ഡൽഹിയിലെ ലാത്തി ചാർജിനെ കുറിച്ച് വളരെ വാചാലമാകുന്നത്. നമ്മുടെ കേരളത്തിൽ നടക്കുന്നത് പോലെയുള്ള സമരങ്ങളെ എങ്ങനെയാണ് നേരിടുന്നത്? ഇപ്പോഴും അതിനെ ആരും ന്യായീകരിക്കുന്നതായി നമുക്കാർക്കും അറിവില്ല. ഇപ്പോഴും ഈ ഘട്ടത്തിലും ഒരു മന്ത്രി രാജിവെച്ച് കണ്ടില്ല, ഒരു മന്ത്രിയും മുന്നോട്ട് പോയിട്ടുണ്ടെന്നും നിങ്ങളുടെ കാലത്ത് ജനാധിപത്യത്തിന്റെ മാതാവാണ് അവകാശവാദം. അപ്പൊ അതുകൂടി പറയൂ. അവരൊക്കെ മോശപ്പെട്ടവരാണ്. നിങ്ങളുടെ കാര്യം, അതായത് കേന്ദ്ര സർക്കാരിന്റെ കാര്യം പറയൂ. ചർച്ചയാകാമെന്ന് പറയുന്നുണ്ട്, ചർച്ച വേണം എന്നാവശ്യപ്പെട്ടപ്പോൾ ചർച്ച അനുവദിച്ചോ? ഇല്ല. ഇപ്പോൾ ചർച്ച നടത്തണമെന്ന് പറയുന്നത് ഉപാധികളില്ലാതെ, രാജി പറ്റില്ല, ചർച്ചയാകാം എന്ന നിലയ്ക്കാണ്. അല്ല, വേറൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ. ഈ നമ്മുടെ CJP എന്നുള്ള പാർട്ടി ആദ്യം ഗവൺമെൻറ് ചർച്ചയ്ക്ക് തയ്യാറായില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ചർച്ചയുണ്ടായി, ഇന്ന് 2 വട്ടം ചർച്ച നടന്നു, നാളെയും ചർച്ച നടക്കാനിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ജനാധിപത്യ സമൂഹത്തിൽ സർക്കാരുകൾ പലരും പറയുന്ന അഭിപ്രായങ്ങൾ പിന്നീട് സമൂഹത്തിൻ്റെ പ്രഷർ കാരണം അല്ലെങ്കിൽ ചിലപ്പോൾ ശരിയാണെന്ന് തോന്നുകയും ചർച്ചകൾ നടത്താറുണ്ട്. അപ്പോൾ പാർലമെൻറ്റിൽ കഴിഞ്ഞ 5 ദിവസം ഞാൻ പാർലമെൻറ്റ് നടപടികൾ ശ്രദ്ധിച്ച ഒരാളാണ്. കാരണം പാർലമെൻറ്റ് തുടങ്ങുമ്പോൾ തന്നെ ചോദ്യോത്തര വേള പോലും അനുവദിക്കുക. അതായത് സർക്കാരിനെ, നരേന്ദ്രമോദി സർക്കാരിനെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് ആണ്. അതായത് പാർലമെന്റിനകത്തൊരു പാർലമെന്ററി ജനാധിപത്യ സമൂഹത്തിൽ ഗവൺമെന്റിനെ പ്രതിക്കൂട്ടിലാക്കാനുള്ള ഏറ്റവും ഗോൾഡൻ ചാൻസ് എന്ന് പറയുന്നത് പാർലമെന്റ് സമ്മേളനങ്ങൾ തന്നെ. അങ്ങനെയാണ് ഞങ്ങളൊക്കെ ബ്രിട്ടീഷ് പാർലമെന്ററി സിസ്റ്റത്തെ കുറിച്ച് പഠിക്കുമ്പോഴൊക്കെ പഠിച്ചിട്ടുള്ളത്. പക്ഷേ ഇന്ത്യയിലെ നിർഭാഗ്യവശാൽ ആ തരത്തിലുള്ള ഒരു പാർലമെന്ററി ചർച്ചകൾ നടക്കുന്നില്ല. ഏകപക്ഷീയമായി ഇപ്പൊ രാഹുൽ ഗാന്ധി ഈ വിഷയത്തിൽ ഈ പറയുന്ന അടിയന്തര പ്രമേയത്തിലൂടെ മാത്രം ചർച്ചയാകാമെന്ന നിലപാട് ഏതെങ്കിലും കാലത്ത് സ്വീകരിച്ചിട്ടുണ്ടോ? അങ്ങ് പാർലമെന്റ് സൂക്ഷ്മം നിരീക്ഷിക്കുന്ന ആളാണ്. നമ്മളിപ്പോ ബി ജെ പി നമ്മൾ ഫാസിസ്റ്റ് എന്നും RSS എന്നും പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്താം. പക്ഷേ ജനാധിപത്യ പാർട്ടിയായ കോൺഗ്രസ് BJP ആണ് അംഗീകരിക്കേണ്ടത്. മറ്റൊന്ന്, ഈ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ജൂൺ 17-ാം തീയതി കോട്ടയിൽ ഈ വിഷയത്തിലൊരു പൊതുസമ്മേളനത്തിൽ പങ്കെടുത്തതിന് ശേഷം അദ്ദേഹം ജൂലൈ 6-ാം തീയതി വരെ ഇന്ത്യ രാജ്യത്ത് പോലും ഉണ്ടായിരുന്നു. അതായത് വളരെ നിഷേധാത്മകമായ സമീപനമാണ് കോൺഗ്രസ് മാറ്റി നിർത്തിക്കോളൂ എന്ന് പറയുന്നത്. എന്ത് രാഷ്ട്രീയ ബോധ്യത്തിലാണ് സാർ അങ്ങനെ മാറ്റി നിർത്താൻ? ഇത് ജനാധിപത്യ രാജ്യമാണ്. ഫാസിസ്റ്റ് ആണെങ്കിൽ സ്വയം മാറി നിൽക്കണം. നമുക്കങ്ങനെ മാറ്റി നിർത്താൻ പറ്റില്ല. എന്ന സ്വയബോധം ഉണ്ടെങ്കിൽ സ്വന്തം മാറി നിൽക്കണം. ജനാധിപത്യ രാജ്യമാണ്. ഞാൻ നമ്മുടെ കേരളത്തിലെ മാധ്യമ ചർച്ചകൾ നമുക്കറിയാമല്ലോ. ഈ വിഷയത്തിൽ തന്നെ ഇവിടെ നേരത്തെ സൂചിപ്പിക്കേണ്ടായി. കേരളത്തിലെ മാധ്യമങ്ങളാണ് ഈ തരത്തിൽ ചർച്ച ചെയ്യുന്നത്. കാരണം വെച്ചാൽ മറ്റ് സംസ്ഥാനങ്ങളിലെ ജനങ്ങൾക്കറിയാം ഇതിൽ വളരെ ഗുരുതരമായ വീഴ്ച ഉണ്ടായി, ഗവൺമെന്റിനെ റെക്ടിഫൈ ചെയ്തു, കുട്ടികൾക്ക് ഒരുപാട് വിഷമമുണ്ടായി. പുനഃപരീക്ഷ ജനങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഇന്ന വാർത്ത റിപ്പോർട്ട് ചെയ്യണമെന്ന് പിടിക്കാൻ കഴിയില്ല. അതൊക്കെ വാങ്ങപ്പെട്ടിരിക്കുന്ന മാധ്യമങ്ങളാണ് സാർ, വാങ്ങപ്പെട്ടിരിക്കുന്ന മാധ്യമങ്ങളാണ്. മാത്രമല്ല അങ്ങനെയാണെങ്കിൽ CJPയുടെ മുമ്പ്
CJP രൂപം കൊണ്ടപ്പോൾ തന്നെ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഒന്ന് ഗോദി മീഡിയക്കെതിരെയായിരുന്നു സർ. ഒന്ന് ഗോദി മീഡിയക്കെതിരെയായിരുന്നു. ഗവൺമെന്റ് നോട്ടുകൾ വായിക്കുകയും അത് മാധ്യമപ്രവർത്തനമാണെന്ന് ധരിക്കുകയും ചെയ്ത ഒരുപറ്റം ആളുകളെ മാധ്യമപ്രവർത്തകരെന്ന് വിശേഷിപ്പിക്കുന്നത് പോലും CJP അംഗീകരിക്കുന്നില്ല. അല്ല, CJP സമരത്തോട് കോൺഗ്രസിന്റെ സമീപനം എന്തായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ? CJPയുടെ സമരവേദിയിൽ എന്നാണ് കോൺഗ്രസിന്റെ നേതാക്കൾ കടന്നു ചെന്നത്? അപ്പം നമ്മൾ ഈ പറയുമ്പോഴെല്ലാം കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കേരളത്തിലെ പൊതുസമൂഹത്തിൽ ഏതാണ്ട് 80-85% പേരും മോഡിക്കെതിരായ രാഷ്ട്രീയത്തിൽ ഇടത് വലത് മുന്നണികളായി വിശ്വസിക്കുന്നവരാണെന്ന് നമുക്കെല്ലാവർക്കും. അതുകൊണ്ട് കേരളത്തിൽ ഇതിന് മാർക്കറ്റ് ഉണ്ടാവും. പക്ഷേ ദേശീയ തലത്തിൽ കേരളത്തിൽ തന്നെ മലബാറിൽ നിന്ന് പോയ ഒരുപാട് ദേശദ്രോഹ നിലപാടെടുക്കുന്ന വ്യക്തികൾ അവിടെ കടന്നുകൂടിയിട്ടുള്ള 100 കണക്കിന് വീഡിയോ ക്ലിപ്പിംഗ്സ് കേരളത്തിലെ മനോരമ ചാനലിൽ ഒരു ക്ലിപ്പിംഗ് കാണുകയുണ്ടായി, മറ്റൊരു ചാനലിൽ കാണുകയുണ്ടായി. മുഴുവൻ ആളുകളുടെയും കണക്ക് അങ്ങയുടെ കയ്യിലുണ്ട്. അതിൽ അല്ല, ജനവിരുദ്ധത പറയല്ലേ സാർ? അതെ, ഞാൻ കണ്ട വീഡിയോ ആണ് ഞാൻ പറഞ്ഞത്. ഞാൻ മനോരമ ചാനലിലൂടെ മലബാറിൽ നിന്ന് പോയവരാണ്, ദേശദ്രോഹികളാണെന്ന് അറിയാൻ പറ്റുമോ? എനിക്കറിയാത്തത് കൊണ്ടാണ്. അല്ല, വയനാടെന്നാണ് അതിനകത്ത്. അല്ല, മനോരമയിൽ കാണിച്ച വീഡിയോ ക്ലിപ്പിംഗിൽ കാണിക്കുന്നത് ഞാൻ വയനാട്ടിൽ നിന്ന് വരുന്ന ഒരു പ്രവർത്തനം എന്നാണ് അയാൾ പറയുന്നത്. അല്ല, അതുപോലുള്ള നിരവധി നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളിലൂടെ തന്നെ ഇത്തരം വിഷയങ്ങൾ വരുന്നുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ ഇത്തരം സമരങ്ങളെ ഹൈജാക്ക് പോകുന്ന കുറേയേറെ ദേശവിരുദ്ധ ചിന്താഗതിയുള്ള മനുഷ്യർ, അങ്ങനെയുണ്ടോ ഒരു കാറ്റഗറി? അങ്ങേക്ക് ദേശവിരുദ്ധരെ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന എന്തെങ്കിലും സിദ്ധിയുണ്ടോ? അല്ല, ഇത് ഞാൻ വീഡിയോയിലൂടെ ഇന്നത്തെ ഞാൻ വേണമെങ്കിൽ പുറകില് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ വന്ന വീഡിയോ ക്ലിപ്പിംഗ്സ് ഞാൻ അയച്ചു തരാൻ തയ്യാറാണ്. എനിക്ക് അങ്ങ് പറയുന്ന വീഡിയോ മനസ്സിലായി. അത്തരം പ്രതികരണങ്ങൾ മോശവുമാണ്, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ അങ്ങ് മലബാറിൽ നിന്ന് പോയ കുറേയേറെ ദേശവിരുദ്ധരെന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് ശരിയാവുക? അങ്ങനെയാണെങ്കിൽ നോക്കൂ, സാറിന് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ് ആ പറയുന്ന ആൾ പറഞ്ഞ കാര്യത്തിൽ ദേശവിരുദ്ധതയുണ്ടെങ്കിൽ നിങ്ങളുടെ പോലീസ് അടക്കം നിങ്ങളുടെ മുഴുവൻ സംവിധാനവും ഉണ്ടല്ലോ, അറസ്റ്റ് ചെയ്യാത്ത എന്താണ്? എങ്ങനെയാണ് സർ ജനറലൈസ് ചെയ്യാൻ കഴിയുക ഒരു സമരത്തിലേക്ക്? ഇന്നലെ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളുടെ കയറ്റുകൾ ഉണ്ടാകും, സ്വാഭാവികമായി ഉണ്ടാകും. എന്താണ് താല്പര്യം എന്നറിയില്ല. അതുകൊണ്ട് മലബാറിൽ നിന്ന് പോയ ദേശവിരുദ്ധർ എന്ന നിലയ്ക്ക് അതിനെ ജനറലൈസ് ചെയ്യാൻ പറ്റുമോ? അല്ല, ഇവിടെ നിന്ന് പോയ ആളുകളിലെ ദേശവിരുദ്ധരായവരെ ഗവൺമെൻറ് തീർച്ചയായിട്ടും കൈകാര്യം ചെയ്യുമെന്നുള്ളത് എനിക്ക് യാതൊരു സംശയമില്ല. കാരണം മുമ്പും അതുണ്ടായിട്ടുണ്ട്. നമ്മൾ CAA സമര സമയത്തും ഇത് നമ്മൾ കണ്ടതാണല്ലോ. അപ്പം നമ്മുടെ സമൂഹത്തിൽ ജെന്യുവിനായ വിഷയങ്ങൾ വരുമ്പോഴത്തേക്കും ആ വിഷയത്തെ വഴിതെറ്റിച്ച് വിടുന്ന ദേശവിരുദ്ധരാകണമെങ്കിൽ ദേശവിരുദ്ധ പ്രവൃത്തി ചെയ്തതുമായി ബന്ധപ്പെട്ടവർക്കെതിരെ നിയമ നടപടി ഉണ്ടാകണം, FIR ഉണ്ടാകണം, കേസ് ഉണ്ടാകണം, വിചാരണ കഴിഞ്ഞിട്ടുണ്ടാകണം, ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടാകണം. അല്ല, ആ പരാമർശമല്ല ഞാൻ നടത്തി. ഞാൻ ഒറിജിനൽ വീഡിയോ കേരളത്തിലെ ഒരു മുഖ്യധാര, അതായത് മനോരമ ചാനലിലൂടെയാണ് ഞാൻ കണ്ടത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ എൻ്റെ കയ്യിലെത്തുണ്ട്. മറ്റ് പലതരത്തിലുമുള്ള ക്ലിപ്പിംഗ്സ് വന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയ തന്നെ, ഉദാഹരണത്തിന് ട്വിറ്ററിൽ തന്നെ മലയാളികളായ പലരും അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ തരത്തില് വീഡിയോ എനിക്കറിയാം. അങ്ങനെ പറയണമെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടു, അയാളുടെ ആശയം ശരിയല്ല എന്ന് വളരെ വ്യക്തിപരമായി പറയണം. ഇതങ്ങനെയല്ല. മലബാറിൽ നിന്നുള്ള ദേശവിരുദ്ധർ എന്നൊരു പരാമർശത്തെ ന്യായീകരിക്കാൻ കഴിയുന്ന ഒന്നും അങ്ങനെ കയ്യിലില്ല. അല്ല, ഞാൻ ഈ പറഞ്ഞ ആളുകളൊക്കെ അവരുടെ സ്വദേശം പറഞ്ഞിട്ടുണ്ട്. മലബാർ ഭാഗത്താണ് ജോലി ചെയ്തത്. അതുകൊണ്ട് എനിക്ക് ഒരു വീഡിയോ കുറിച്ചാണ് അങ്ങ് പറയുന്നത്. ഒരൊറ്റ വീഡിയോ വെച്ച് ഇവിടെ നിന്ന് പോകുന്ന ദേശവിരുദ്ധർ, എവിടുത്തെ ദേശവിരുദ്ധരെ കയറ്റി അയക്കുന്ന പരിപാടിയാണോ? BJP പ്രവർത്തനങ്ങളുടെ നഴ്സറിയാണെന്ന് കേരളത്തെ കുറിച്ച് കേരളീയരുടെ കാഴ്ചപ്പാടല്ല. അല്ല, കേരളത്തിലെ നമുക്കറിയാലോ, ഇപ്പൊ കേരളത്തിലെ നമ്മുടെ സിനി ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടെ ഇപ്പൊ വളരെ വികാരപരമായ എനിക്കതിന് ബുദ്ധിമുട്ടില്ലല്ലോ. എന്റെ തനി സ്വഭാവമല്ലേ എനിക്ക് കാണിക്കാൻ പറ്റുള്ളൂ. അല്ല, ഞാൻ പറയുന്നത് നിങ്ങളുടെ ഈ കാപട്യത്തെ ഞാൻ തുറന്നു കാണിച്ചത്. ഞാൻ പറഞ്ഞത് നമ്മൾ ഈ കാപട്യം വെച്ച് ചർച്ച മലബാർ ജില്ലയിലുള്ള മുഴുവൻ ആളുകളെ എത്രയോ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഡൽഹിയിൽ പോയി കിടക്കും.
എത്രയോ മനുഷ്യർ എങ്ങനെയാണ് പട്ടിണി ഞാൻ കിടന്ന് പറഞ്ഞത് ഡൽഹിയിൽ കൂടെ ഇരിക്കുന്നുണ്ട് സാർ. വീഡിയോ ജന്തർ ഒന്നും മന്ദിർ കേട്ടില്ല. സമരത്തിന്റെ ഭാഗമായി ഈ പറഞ്ഞ പോലീസ് മർദ്ദനവും മഴയും എല്ലാം സഹിച്ച മലബാറിന്റെ ചാപ്പ എത്രയോ അടിച്ചു വിദ്യാർത്ഥികൾ ഇന്നും ഡൽഹിയിലുണ്ട്. ആ മുഴുവൻ വിദ്യാർത്ഥികൾ ഈ മലബാർ ജില്ലകളിൽ നിന്ന് പോകുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള അധിക്ഷേപിച്ചാണോ താങ്കളുടെ കാവൽ തുറന്നു കാണിക്കുന്നത്? സാർ ആശാ സമരം നടന്നപ്പോഴൊക്കെ ഇങ്ങനെ പട്ടിണി കിടന്നതിനാണ് എല്ലാ സമരങ്ങളും നടക്കുന്നത്. അതായത് സമരത്തില് നമ്മളിപ്പോ ഡൽഹിയിൽ മാത്രമല്ല, നിങ്ങൾ ഡൽഹിയിലെ സമരം കണ്ടിട്ടുള്ളൂ. ഞാൻ തിരുവനന്തപുരത്ത് പാലിച്ച് ആ പരിപാടിയൊക്കെ അവസാനിപ്പിച്ചു. നിങ്ങൾ ഇപ്പൊ നടക്കുന്ന കാര്യത്തെ കുറിച്ച് തോന്നിവാസം വിളിച്ചു പറഞ്ഞിട്ട് ഇമ്മാതിരി മര്യാദഘട്ട വർത്താനം പറഞ്ഞിട്ട് അത് കേട്ടോണ്ടിരിക്കണോ? ഈ രാജ്യത്ത് സമരം ചെയ്യുന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും എത്രയോ വിദ്യാർത്ഥികൾ അവിടെ എത്തിപ്പെടാൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറക്ക് വരുന്നില്ല എന്ന് പറഞ്ഞ വിദ്യാർത്ഥികളുണ്ട്. അല്ലെ യഥാർത്ഥത്തില് അല്ല, നിങ്ങളാണ് തള്ളി പറയേണ്ടത്. അതായത് ഈ സമരത്തിന്റെ ഉദ്ദേശ ലക്ഷ്യത്തെ തകർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും എലിമെന്റ് നിങ്ങളാണ് തള്ളി പറയേണ്ടത്. ഈ സമരം നടത്തുന്നവരാണ് അവരെ തള്ളി പറയേണ്ടത്. എന്താണെന്നറിയാമോ, രാജ്യത്തിലെ പ്രധാനമന്ത്രി ധരിച്ചിരിക്കുന്ന വസ്ത്രം കണ്ടാൽ തിരിച്ചറിയില്ലേ എന്ന ചോദ്യം ചോദിക്കുന്നു, പിന്നീട് അതിനെ ന്യായീകരിക്കുന്നു. മലബാറിൽ നിന്നുള്ള രാജ്യവിരുദ്ധർ എന്ന് പറയുന്നു, പിന്നീട് അതിനെ ന്യായീകരിക്കുന്നു. ഈ നിലയ്ക്ക് ജനവിരുദ്ധത പറഞ്ഞ രാഷ്ട്രീയം പറയുക എന്ന് പറയുന്നത് സാധ്യമായ കാര്യമല്ല. ഞാനതിൽ പരിതപിക്കുന്നു. നമ്മുടെ പ്രധാനമന്ത്രിയുടെ പടം വരച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ മുഖത്ത് കാണിക്കുന്ന വിക്രിയകൾ നിങ്ങൾ കണ്ടോ? എനിക്ക് ടി വിയിൽ കൂടെ കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അതൊക്കെ എല്ലാം സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. അതിൽ മലയാളികളുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റും. നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ അതൊക്കെ? ഇപ്പൊ പ്രധാനമന്ത്രിയുടെ വലിയൊരു ഫിഗർ റോഡിൽ വരച്ചിട്ട് വൈറ്റ് നല്ല മനോഹരമായി വരച്ചതിന് ശേഷം അതല്ല അതിനകത്ത് കാണിക്കുന്ന വിക്രിയകൾ ഈ സമരത്തെ അട്ടിമറിക്കുന്നത് ഗവൺമെന്റ് അല്ല, ഈ സമരത്തിന്റെ നുഴഞ്ഞു കയറിയ ഇത്തരം രാജ്യദ്രോഹ എലിമെന്റ്സ് ആണ്. തീർച്ചയായിട്ടും രാജ്യദ്രോഹ എലിമെന്റ്സ് ഈ സമരത്തിനകത്ത് നുഴഞ്ഞു കയറിയിട്ടുണ്ട്. നേരത്തെ ജോൺ എല്ലാ സംവിധാനങ്ങളും ഇന്റലിജൻസും ഈ പറയുന്ന മുഴുവൻ സംവിധാനങ്ങളും ഉണ്ടായിട്ടും നിങ്ങൾക്ക് അതിന്റെ ഒരു നാരു പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്തെങ്കിലും വിദേശ സഹായമോ രാജ്യവിരുദ്ധ താല്പര്യത്തിന്റെയോ നാരു പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയായിരുന്നെങ്കിൽ തകർത്ത് കളഞ്ഞേനെ. അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഉന്നയിക്കാനുണ്ടായിരുന്നെങ്കിൽ ആരും ബാക്കി ഉണ്ടാവില്ല. വിദേശ സഹായം നമുക്കറിയാമല്ലോ, 1959 വിമോചന സമര കാലഘട്ടത്തിൽ പോലും നമുക്കറിയാമല്ലോ, വിദേശ ശക്തികൾ തന്നെയാണ് ഇന്ത്യയിലെ പല സമരങ്ങളും നിയന്ത്രിച്ചത്. അപ്പൊ ഈ ആദ്യത്തെ EMS സർക്കാരിനെ പിരിച്ചുവിട്ടതും വിമോചന സമരം നടത്തിയതൊക്കെ ഔദ്യോഗികമായ റെക്കോർഡ് വന്നത് CIAയുടെ ഇടപെടലിനെ കുറിച്ച്. 59 മുതൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വൈദേശിക ശക്തികൾ ഇടപെടുന്നുണ്ട്. അതിനകത്ത് യാതൊരു സംശയമില്ല. ഈ സമരത്തിൽ നുഴഞ്ഞു കയറിയ നരേന്ദ്രമോദി ഇപ്പോഴും വൈദേശിക ശക്തികൾക്ക് ഇവിടെ ഇടപെടാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിന്റെ കുറ്റം ആർക്കാണ് എന്ന് എനിക്കറിയില്ല. വിദേശ ശക്തികൾ തീവ്രവാദികളൊക്കെ പറഞ്ഞിട്ട് എങ്ങനെ ഇത് കേട്ടോണ്ടിരിക്കാൻ കഴിയുന്നത്? ശരിയല്ല, എനിക്ക് ചോദിക്കാനുള്ളത് ഞാൻ തിരിച്ചു ചോദിച്ചിട്ടുമുണ്ട്. എനിക്ക് ചോദിക്കാനുള്ളത് ഞാൻ തിരിച്ചു ചോദിച്ചിട്ടുമുണ്ട്. Debate with Madhu Saji.